ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും അതേപോലെ തന്നെ കടലക്കറിയുമാണ്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറിയ അപ്പമായിട്ട് ഉണ്ടാക്കണം, കുട്ടി അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി കൂട്ടി നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, പാൽ ചായയാണ് നമ്മൾ രാവിലെ കുടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ പള്ളിയിൽ പോകണം. 9 മണിക്കാണ് കുർബാന. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം പള്ളിയിലോട്ട് പോകാം. പള്ളിയിൽ പോയി വന്ന ശേഷം നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ പുറത്ത് അഴ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇട്ടിട്ട് ഉണക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ എന്തായാലും വെയിലത്തോട്ടേക്ക് ഇട്ട്. അത് കഴിഞ്ഞ് നമ്മൾ താഴെ ചെന്ന് ടൈം നോക്കിയപ്പോഴാണ് 11:15. 11:30 ആകുമ്പോഴേക്കും അനൂസിന് സൺഡേ ക്ലാസ് കഴിയും. ഞാൻ ചെല്ലുമ്പോഴേക്കും സൺഡേ ക്ലാസ്സിൽ പിള്ളേരൊക്കെ പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അനൂസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ കേക്കൊക്കെ ആയിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ആരാ തന്നേന്ന് വെച്ചപ്പോൾ അറിയത്തില്ല. അവിടെ ആരോ സ്പോൺസർ ചെയ്തതാണ് ഇന്ന് എല്ലാ പിള്ളേർക്കും കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ പേസ്ട്രി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കൈയൊക്കെ കഴുകി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനൂസ് തന്നെ എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ബേക്കറി കയറിയിട്ട് സർബത്താണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ തന്നത് നറുനീണ്ടി സർബത്തായിരുന്നു കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവ് പോലെ നമുക്ക് വരും. അപ്പോൾ അനൂസ് കുടിച്ചിട്ട് അനൂസിനൊട്ടും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. നമ്മൾ സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് റൈസും ചിക്കനും ആക്കിയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം കഴിച്ചുകൊണ്ട് നേരെ നമ്മൾ സിനിമയ്ക്കാണ് പോയത്. നമ്മൾ ARM മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:25 ഷോട്ട് ആരക്കുന്നത്തായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മൾ 3D ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് 2 കണ്ണട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണട കണ്ടപ്പോഴേക്കും അമ്മ പറയുന്നത് പണ്ട് കുട്ടിച്ചാത്തൻ കാണാൻ വേണ്ടി പോയപ്പോൾ ഇതുപോലെ കണ്ണട വെച്ച് നമ്മൾ സിനിമ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. നല്ല തിരക്കായിരുന്നു, ഫുള്ളായിരുന്നു കേട്ടോ, ഹൗസ്ഫുള്ളായിരുന്നു പടം. അത് കഴിഞ്ഞിട്ട് പടം തുടങ്ങി. അപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് രജനീകാന്തിൻ്റെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് രജനീകാന്തിന്. അതുപോലെ തന്നെ നമ്മൾ മഞ്ജു വാര്യരൊക്കെ ഉണ്ട്, അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫാസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേക്കും കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണടയൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പടം ARM സ്റ്റാർട്ട് ചെയ്യുവാണ്. പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പഴമാണ്, ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്. കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. നല്ലതാണ്, നമുക്ക് ബോറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ടൊവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടൊവിനോ മാത്രമല്ല, അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും 3D ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അടുത്ത് എല്ലാം ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ കൂടെ നമ്മുടെ അടുത്തേക്ക് ഒക്കെ വരാനായിട്ട് നമുക്ക് തോന്നും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ്. ഈ ബോംബൊക്കെ പൊട്ടുമ്പോൾ ഇതൊക്കെ തെറിച്ച് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ടൊക്കെ തോന്നും. നല്ല അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല അടിപൊളി ഫിലിമാണ്. പിന്നെ ഇതിലെ പാട്ടുകളാണെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മറ്റേ കിളി എന്ന് പറഞ്ഞ പാട്ട് മാത്രമേ കേട്ടുള്ളൂ. മറ്റേതിൻ്റെ വിഷ്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മൂമ്മ പാടുന്നൊരു പാട്ടുണ്ട്. അത് നമുക്ക് സീൻ കാണുമ്പോഴേക്കും ക്ലൈമാക്സ് സീനിനാണ് ആ പാട്ടൊക്കെ വരുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ടൊവിനെ അതുപോലെ നായിക അടിപൊളിയായിട്ട് കാണാനായിട്ട് അവർ തമ്മിലുള്ള റൊമാൻറ്റിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കസിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ആ കസിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ നമ്മൾ അവളെ ചെന്നിട്ട്, അപ്പോൾ അവളെ ചെന്നപ്പോഴേക്കും ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫ്രൈഡ് റൈസും കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അതിൻ്റെ തിരക്കായിരുന്നു.
ആക്ച്വലി നാളെയാണ് ബർത്ത്ഡേ. അപ്പം നാളെ വൈകുന്നേരമാണ് നമ്മൾ ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫ്രൈഡ് റൈസും കേക്കും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ടൈം കിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും, പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് എല്ലാം ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ കേക്കും ഉണ്ടാക്കി ഇന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ പായസവും മറ്റു കാര്യങ്ങളൊക്കെ നാളെയാണ് സെറ്റ് ചെയ്യണത്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ 2.5 കിലോ ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ക്ലീനാക്കി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കന് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ക്ലീനാക്കി നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരാണെങ്കിൽ ക്യാരറ്റൊക്കെ അരിയാനായിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ പാത്രം കഴുകാനൊക്കെ അവരെയാണ് ഏൽപ്പിച്ചത്. അവർ നന്നായിട്ട് അടിപൊളിയായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള നന്നായിട്ട് ക്ലീനാക്കി തരുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു കേട്ടോ. വെള്ളപ്പുറ കിട്ടാവൂ പാത്രം ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കണ ഞാനാട്ടോ ലീഡിങ്. അതിനൊന്നും ചെയ്യണില്ല. അയ്യാ ഇത് പിന്നെ പാത്രത്തിലെന്ന് പറഞ്ഞ് കുറെ നേരം ഞാൻ അപ്പളേക്ക് 2 മൂന്നെണ്ണം കൈ അയ്യോ അത് സമ്മതിച്ചു. ഇപ്പൊ ഞങ്ങൾ ഓരോ വിധം എല്ലാം കഴിയുമ്പോ അത് വീണ്ടും കൊണ്ടുതരും. അപ്പോൾ ഏകദേശം 10 മണിയായപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് പോയി. നമുക്ക് നാളെയാണ് ബർത്ത്ഡേ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.